ഹായ് ഗൈസ്, ഒഫിയ ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് ചായക്ക് കടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എന്തെന്നാണെന്നറിയോ? ഇറച്ചിപ്പത്തിൽ ഞാൻ ഉണ്ടാക്കുന്നത് ഇറച്ചി കൊണ്ടല്ല, കൊഞ്ചൻ കൊണ്ടാണ്. എന്താണെന്ന് വെച്ചാൽ ഞാൻ കറി വെക്കാൻ വാങ്ങിയ കൊഞ്ചനാണ്. അപ്പോൾ ഞാൻ വെച്ച് ഇന്ന് കറി വെക്കണ്ട, അതിനെ കൊണ്ട് നമുക്ക് ഇറച്ചിപ്പത്തിൽ ഉണ്ടാക്കാമെന്ന് വെച്ച്. വേറെ മീൻ വെച്ചു, പക്ഷെ കൊഞ്ചൻ എടുത്തില്ല. കൊഞ്ചൻ ഇറച്ചിപ്പത്തിൽ ഉണ്ടാക്കാൻ എടുത്തു. അങ്ങനെ ഞാൻ മൈദപ്പൊടി കുഴക്കുകയാണ്. പിന്നെ ഇറച്ചിപ്പത്തിന് മൈദപ്പൊടിയാണ് വേണ്ട കേട്ടോ. പിന്നെ അങ്ങനെ നല്ലോണം സോഫ്റ്റാക്കി കുഴച്ച് കൊണ്ടുവരണം. അങ്ങനെ ഞാൻ സോഫ്റ്റാക്കി കുഴച്ചു. പിന്നെ നന്നായി കുഴച്ചു. ഇതാ ഉരുട്ടിയാക്കിയിട്ട് പൊന്തിച്ച് കളിക്കുന്നത് അവിടുന്ന്. അങ്ങനെ കുഴച്ചതിന് ശേഷം നമ്മൾ മസാല ഉണ്ടാക്കണ്ടേ. അങ്ങനെ ഞാൻ ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളി, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു കുഞ്ഞി കഷ്ണമാണ്, ചെറുത്ത്. ഇഞ്ചി അധികം പറ്റൂല, അത് ഇഞ്ചി ഇട്ടിട്ടില്ലെങ്കിലും പ്രശ്നമില്ല, വെളുത്തുള്ളി വേണം. അങ്ങനെ പക്ഷെ ഞാൻ ഇഞ്ചി എടുത്തു. അങ്ങനെ അതൊക്കെ മുറിച്ചിട്ടു. ചെറുങ്ങനെ മുറിച്ചിടണം ഉള്ളി, പച്ചമുളകും ഉള്ളിയൊക്കെ ചെറുങ്ങനെ മുറിച്ചിടണം. ഇറച്ചിപ്പത്തലിന് ചെറുങ്ങനെ ഇട്ടിട്ടാണ് നമ്മൾ മസാല ഉണ്ടാക്കുക. അങ്ങനെ ഞാൻ അതുണ്ടാക്കി. അതിന് മുന്നേ ഞാൻ കൊഞ്ച് മുറിച്ചു, കൊഞ്ചം പൊരിച്ചു കേട്ടോ. കൊഞ്ചം പൊരിക്കണേ വേറെ തന്നെ. ഫസ്റ്റ് ഞാൻ കൊഞ്ചം മുറിച്ച് പൊരിച്ചു. എന്നിട്ട് വേറെണ്ണം മാറ്റി വെച്ചിട്ടുണ്ട്. അത് ഈ വീഡിയോയിൽ എടുക്കാൻ മറന്നു കേട്ടോ. ഞാൻ വീഡിയോയിൽ അത് ഉൾപ്പെടുത്തിയിട്ടില്ല. പിന്നെ അത് വേറെണ്ണം മാറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ പിന്നെ ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളി ഒക്കെ മസാലയാക്കണ്ടേ. അപ്പോൾ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു. എന്നിട്ട് ഉള്ളി ഫസ്റ്റ് ഇട്ടു. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഉപ്പിടണം. ഉള്ളി വാട്ടുമ്പം നമ്മൾ ഒരു നുള്ളു ഉപ്പിട്ടാൽ ഉള്ളി വേഗം വാടും കേട്ടോ. അപ്പോൾ ഞാനൊരു നുള്ളു ഉപ്പിട്ടിട്ട് വാട്ടുക. അതിന് ശേഷം ഒന്ന് വാടി വരുമ്പം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ കറിവേപ്പില അതിടും കേട്ടോ. കറിവേപ്പില കുഞ്ഞി മുറിച്ചിട്ടിട്ട്. അപ്പോൾ അതൊക്കെ ഒന്നിച്ചിട്ട് വാടി വരുമ്പോൾ നല്ലോണം ഒന്ന് വാടി നല്ല സ്മെല്ലൊക്കെ വരുമ്പോൾ നമ്മൾ പൊരിച്ച് വെച്ച കൊഞ്ചനുണ്ടല്ലോ, മാറ്റി വെച്ച ആ കൊഞ്ചൻ ഈ മസാലയിലോട്ട് ഇട്ട് കൊടുക്കണം. അങ്ങനെ എല്ലാം കൂടി ഒന്ന് നല്ലോണം വാട്ടിയെടുത്ത്. നല്ല സ്മെല്ലായിരിക്കും കേട്ടോ. ഇറച്ചിയല്ലാലോ, കൊഞ്ചനല്ലേ ഇടുന്ന ഇറച്ചിപ്പത്തിൽ, ഭയങ്കര ടേസ്റ്റും ആയിരിക്കും. വലിയ കൊഞ്ചനൊന്നല്ല, കുഞ്ഞി കൊഞ്ചനാണ്. നല്ല ടേസ്റ്റും ഉണ്ടാവും ഇറച്ചിപ്പത്തിൽ. കൊഞ്ചൻ ഇറച്ചിപ്പത്തിൽ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ ഉണ്ടാക്കി. അപ്പോൾ പണ്ടൊക്കെ നല്ലോണം വറുത്തല്ല, നല്ലോണം വാട്ടി നല്ല അടിപൊളിയായിട്ടായി മാറ്റി വെച്ചു. അതിനുശേഷം ഞാൻ കുഴച്ച് വെച്ച മൈദപ്പൊടി ഉണ്ടല്ലോ, അത് ചെറിയ ഉരുള പോലെ ആക്കി വെച്ച് പരത്തണം. ഈ പരത്തുന്നതിന് മുന്നേ ഭയങ്കര അടിയൊക്കെ നടന്നിട്ടുണ്ട് കേട്ടോ. ആദ്യം മോള് വന്നു, ഞാൻ ഉണ്ടാക്കിത്തരാമെന്ന് പറഞ്ഞു, ചെറിയ ഉരുട്ട. അങ്ങനെ ഓള് കുറേ കൈയിട്ട് പരത്തി, കൈ കഴുകിയിട്ടാണേ. അതിനുശേഷം മോൻ വന്നു, ഞാൻ ഉരുട്ടിത്തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ അടിയൊക്കെ ഉണ്ടാക്കി എങ്ങനെയോ രണ്ടാളും ഞാൻ ഒഴിവാക്കി. എന്നാൽ അവരിങ്ങോട്ട് തന്നെ വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് തന്നെ ഉണ്ട് ചുറ്റും. പിന്നെ അങ്ങനെ ഞാൻ ഇറച്ചിപ്പത്തിലിൻ്റെ മാവ് ചെറുങ്ങനെ ഉരുട്ടി കുഴച്ചു. ഉരുട്ടി പരത്തുകയാണേ. ഇറച്ചിപ്പത്തിലിന് പരത്തുക, പണ്ടം വെച്ചിട്ട്. പിന്നെ നമ്മളുണ്ടാക്കിയ നമ്മൾ തലശ്ശേരിക്കാറില്ലേ, ഇറച്ചിപ്പത്തിലിന് പണ്ടം എന്നൊക്കെ പറയും കേട്ടോ. പിന്നെ അങ്ങനെ പറഞ്ഞു പോന്ന്. എനിക്ക് ഈ സാഹിത്യത്തിൽ കൂടി വർത്തമാനം പറയാൻ അറിയില്ല. ഞാനെങ്ങനെയാണോ അങ്ങനെ തന്നെ പറയും. അപ്പോൾ ഞാനിതിന് പണ്ടെന്നാണ് പറയാറേ. പിന്നെ ഇറച്ചിപ്പത്തിൻ്റെ മസാലക്ക് അങ്ങനെ ഞാൻ നേരിങ്ങനെ പരത്തി. എന്നിട്ട് പണ്ടൊക്കെ വെച്ചു. നമ്മൾ ഇറച്ചിപ്പത്തിൽ കട്ട് ചെയ്യുന്നൊരു ഇതില്ലേ, സ്പൂണ്, അതെൻ്റെ അടുത്തുണ്ട്. അതിനെ കൊണ്ട് ഞാൻ മറ്റേ കൈയോട് എടുക്കണ്ടേ, അല്ലെ വെളിച്ചെണ്ണ കുടിക്കും, കയറൂലേ. അപ്പോൾ പിന്നെ നല്ലോണം പണ്ടൊക്കെ വെച്ച് നല്ല പൊതിഞ്ഞു വെച്ച് കട്ട് ചെയ്തെടുത്തു. അങ്ങനെ എല്ലാം ചെയ്തു. ഒരുപാടൊന്നും ഉണ്ടാക്കിയിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ ഹസ്ബൻഡിന് കൊളസ്ട്രോളാണ്, എനിക്ക് കൊളസ്ട്രോളാണ്. നമുക്കൊന്നും അധികം ഇത് കഴിക്കാൻ പറ്റില്ല. ഒരു 2 എണ്ണമൊക്കെ കഴിക്കാൻ പറ്റും. പിന്നെ മക്കൾക്കല്ലേ, അതുകൊണ്ട് ഞാനൊരു 10 എണ്ണ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ. ബാക്കി മാവിനെ കൊണ്ട് പൂരി ചൂടാന്ന് വെച്ചു. അങ്ങനെ ഒക്കെ പരത്തി പണ്ടൊക്കെ വെച്ച് പല്ലൊക്കെ എടുത്തു സെറ്റാക്കി വെച്ചു. എന്നിട്ട് പൊരിക്കണം. ഇനിയിപ്പോൾ ഇതൊക്കെ എടുത്ത് പൊരിക്കണ്ടേ. അപ്പോൾ ഇനി പൊരിക്കേണ്ട പരിപാടിയിലേക്ക് പോവാട്ടോ. പിന്നെ അങ്ങനെ ഇറച്ചിപ്പത്തിൽ പൊരിക്കണം. പിന്നെ അതിന് മുമ്പ് ഞാൻ ചായക്ക് വെള്ളം വെച്ചു ഗ്യാസ്മേൽ. ഞാനല്ല, എൻ്റെ മോനാണ് എടുത്തുകൊണ്ട് വന്നത്.
ഞാൻ കത്തിച്ചു, എടുത്തുകൊണ്ടാണ് വെള്ളമൊക്കെ. അങ്ങനെ അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഒരു 6:30 കഴിഞ്ഞു കേട്ടോ. കുട്ടികൾ വന്ന ശേഷമാണ് ഞാൻ ഈ പണിയിലേക്ക് പോയത്. ട്യൂഷനൊക്കെ വിട്ട് കുട്ടികൾ വന്ന ശേഷമാണ് പോയത്. ഇത് ഇന്ന് ഈ വീഡിയോ എടുത്തിട്ട് തന്നെ ഇപ്പോൾ എത്ര ദിവസമായി, ഒരു 3-4 ദിവസമായി വീഡിയോ എടുത്തിട്ട്. വോയിസ് ഓവർ കൊടുക്കുന്നത് ഇന്നാണ്. ഇന്ന് എന്താ ദിവസം, ശനിയാഴ്ച. ഇനി ഇത് അപ്ലോഡ് ചെയ്യാൻ നാളെ അപ്ലോഡ് ചെയ്യും. അങ്ങനെയാണ് ഇറച്ചിപ്പത്തിലുണ്ടാക്കുക. പിന്നെ ചീൻചട്ടി വെച്ചു, എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു, വെളിച്ചെണ്ണയല്ല ഓയിൽ ഒഴിച്ചു, ഇതാക്കുക, പൊരിച്ചെടുക്കുക. ഓരോന്നായിട്ട് പൊരിച്ചെടുക്കുക. മക്കൾക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഈ ഇറച്ചിപ്പത്തലിന് പണ്ടം ഉണ്ടാക്കിയില്ലേ, ആ പണ്ടം കുട്ടികളൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു മക്കൾ. അതുകൊണ്ട് മക്കൾക്ക് ഇതെങ്ങനെയെങ്കിലും വേഗമാവണേ. അതുകൊണ്ട് എൻ്റെ മക്കൾ എനിക്ക് ചുറ്റും നിൽക്കുക, വേഗമാക്ക് എന്നിട്ട് പാവം. അപ്പോൾ ഞാൻ വേഗമാക്കുക. ഒരടുപ്പത്ത് ഞാൻ ചായക്ക് വെച്ചിട്ടുണ്ട്. ചായ ഇങ്ങനെ ആയി വരുന്നുണ്ട്. ഇറച്ചിപ്പത്തിൽ ഏകദേശമായി. ഒരുപാട് ഉണ്ടാക്കിയിട്ടില്ല, ഞാൻ പറഞ്ഞില്ലേ 10 ഉണ്ടാക്കിയിട്ടുള്ളൂ. നമുക്ക് അത്രയൊക്കെ വേണ്ടു. അങ്ങനെ 10 പിന്നെ പൂരി ഉണ്ടാക്കി കേട്ടോ. ഇതിൻ്റെ മാവ് ബാക്കി വന്നു ഒരുപാട്. അപ്പോൾ അതിനെക്കൊണ്ട് ഞാൻ പൂരി പരത്തി വെച്ചിട്ടുണ്ട്, ഇങ്ങോട്ട് വെച്ചിട്ടുണ്ട്. അത് വീഡിയോയിൽ കാണുന്നില്ലല്ലേ. അങ്ങനെ ഇറച്ചിപ്പത്തിലായി, ചായയായി. ഇനി ചായ പാരണം. പിന്നെ ചായ അടുപ്പത്ത് ഗ്യാസ് മേലുള്ള ഇങ്ങോട്ടെടുത്ത് വെച്ചിട്ട് ചായ റെഡിയാക്കണം. മക്കൾ തിരക്കൂട്ടുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ മോള് പഠിക്കുന്നുണ്ട്. അങ്ങോട്ട് പോയി ഇരുന്ന് പഠിക്കുന്നുണ്ട്. ഒക്കെ എന്തൊക്കെ എഴുതാനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പഠിക്കുന്നുണ്ട് പോയിട്ട്. പിന്നെ നമ്മളില്ലേ വീഡിയോ എടുത്തിട്ട് പിന്നെ അന്നേരം വോയിസ് ഓവർ കൊടുക്കുകയാണെങ്കിൽ നമുക്കെല്ലാം ഓർമ്മയുണ്ടാവും. ഇത് 2-3 ദിവസം കഴിഞ്ഞിട്ട് കൊടുക്കുന്നതുകൊണ്ട് എനിക്ക് എന്താ പറയുക, ഓർമ്മ കിട്ടുന്നില്ല. അങ്ങനെ ഇറച്ചിപ്പത്തെ ചായയൊക്കെ നമ്മൾ കുടിക്കുന്ന വീഡിയോ എടുത്തിട്ടില്ല, വിട്ടുപോയി. ചായ കുടിച്ച ശേഷം എൻ്റെ മോള് പഠിക്കുക, ഒക്കെ എന്തൊക്കെ എഴുതാനെടുക്കാനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു.